നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധി തൻ്റെ സർട്ടിഫിക്കറ്റ് തരണമെന്ന് ഹേമയോടൊക്കെ അപേക്ഷിക്കുകയാണ്. ആ സമയത്ത് ഹേമ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് നിധിയുടെ മുഖത്ത് നോക്കി പറയാം. നിനക്ക് എന്തിനാ ഇപ്പം സർട്ടിഫിക്കറ്റ്? നീ ഇപ്പം ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആവശ്യത്തിന് മിച്ച സ്വത്തുണ്ട്, നിനക്ക് അത് മതി. നീ എന്തിനാടി മറ്റുള്ളവരുടെ കീഴിൽ പോയി ജോലി ചെയ്യുന്നേ? അതിൻ്റെ ആവശ്യം നിനക്ക് എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. നിധി പറഞ്ഞു, എനിക്ക് വേണോ അമ്മേ, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് അങ്ങനെ ഇവിടുത്തെ സ്വത്തിൽ എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ആരുടെ സ്വത്ത് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജീവിന് ദേഷ്യമായി. രാജീവൻ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് നീ ജോലി നേടില്ല, നീ ഒരിടത്തേക്കും പോകാനും പോകുന്നില്ല, നീ ഇവിടെ തന്നെ നിൽക്കും, നീ ഇവിടുന്ന് ഒരിടത്തേക്കും പോയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് അമ്മ വിളിച്ചോണ്ട ഞാൻ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയെടുത്ത് വിളിച്ചോണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ അമ്മയെ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്തേന്നും പറഞ്ഞു. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചീറ്റ് ചെയ്യുവാണോ? അരുൺ പറഞ്ഞ്, ചീറ്റ് ചെയ്ത് ഞങ്ങളല്ലടി, നീ ആ ചീറ്റ് ചെയ്തേ. നീ ഒറ്റയൊരുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ. ഞങ്ങൾക്ക് ആർക്കും ഇപ്പം ആരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി, അറിയാവോ? നീ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. നിധി പറഞ്ഞു, അമ്മേ ഏട്ടനോടും അച്ഛനോടും ഒക്കെ പറ, എൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറ, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് രാജീവ് തറപ്പിച്ച് പറയണം. എടി, നിന്നോട് ഞാൻ കെഞ്ചി അപേക്ഷിച്ചു പോലീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പം, നീ എന്നിട്ട് എന്താ ചെയ്തേ? അവൻ്റെ കൈയും പിടിച്ച് പോകുമല്ലേ ചെയ്തേ? ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനോട് നിനക്കൊരു തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അവനോടൊപ്പം പോവില്ലായിരുന്നു, അവൻ്റെ കൈ പിടിച്ച് പോവില്ലായിരുന്നു. പക്ഷെ നീ എന്താ ചെയ്തേ? അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, അതിന് കാരണ സഹിതം ഞാൻ വ്യക്തമാക്കിയല്ലോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേന്ന്. ഇനി എന്നെ ദ്രോഹിക്കില്ല അച്ഛാ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, ഞാൻ നിങ്ങൾക്കൊരു ശല്യമായിട്ട് വരത്തില്ല. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, നീ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നിന്റെ വിസ്തീർണമൊന്നും വേണ്ട, ഇവിടെ വന്നതാണെങ്കിൽ നിനക്കിനി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയണം. പക്ഷെ രാജീവ് അതിന് കൂട്ടാക്കില്ല. ആ സമയത്തൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് നികേഷ്. ഇതുവരെയായിട്ടും എന്താ ഏട്ടത്തിയമ്മ ഇറങ്ങി വരാത്തെ? ചിലപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. കുറച്ച് ദിവസം കൂടി കാണുന്നല്ലേ, അപ്പം വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും. അതും ഇനിയിപ്പോൾ ഏട്ടത്തിയമ്മ ഇവിടെ തടഞ്ഞു വെച്ചോ എന്ന് നൂറ് ചിന്തകളുണ്ട് മനസ്സിൽ. അപ്പോഴേക്കുമാണ് സൂര്യയുടെ കാറ് ഗേറ്റിനടുത്തേക്ക് വരുന്നത്. സൂര്യ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗേറ്റെ പിടിച്ചൊരുത്തം നിൽക്കുന്നു. നീ എന്താടാ ഇവിടെ? നീ എന്താ ഏതാന്നൊക്കെ ചോദിക്കണം. അതെ, ഞാൻ എൻ്റെ ഏട്ടത്തിയമ്മയുടെ കൂടെ വന്നാന്ന് പറഞ്ഞു. ഏട്ടത്തിയമ്മ? ഏതാ ഏട്ടത്തിയമ്മ? എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടത്തിയമ്മ, എൻ്റെ സുധീഷ് ഏട്ടൻ്റെ ഭാര്യ നിധി ഏട്ടത്തി എന്ന് പറയോ? ഓഹോ, അപ്പം അതാണ് കാര്യം. ഈ സമയത്ത് അവനെ നോക്കിയിട്ട് ഗേറ്റും തുറന്ന് സൂര്യ അകത്തേക്ക് കയറി പോവാണ്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നികേഷിൻ്റെ കാര്യം മനസ്സിലാവൻ എന്താ ഏതാന്നൊക്കെ. കാരണം തട്ടിക്കൊണ്ടുപോയ സമയത്ത് നികേഷ് ആ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. സൂര്യനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഹരീഷും നികേഷും സുഭാഷ് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആ ഒരു രജിസ്റ്റർ മാരേജ് മുടക്കാൻ വേണ്ടിയിട്ട് സൂര്യ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇവനെ ഒറ്റ നോടത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ ആരെ എന്താ ഏതാന്നൊക്കെ. ഈ സമയത്ത് സൂര്യ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. സൂര്യ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. നിധി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അപ്പോഴേക്കും രാജു പറഞ്ഞു, മോൻ വന്നോ, വരാനൊക്കെ പറയണം. അരുൺ പറഞ്ഞു, കണ്ടില്ലേ, ഇതുവരെയായിട്ടും സൂര്യ ഓസ്ട്രേലിയക്ക് തിരികെ പോയിട്ടില്ല. എന്തുകൊണ്ടാ? നീയുമായിട്ടുള്ള വിവാഹം നടക്കാത്തതുകൊണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നീ തിരികെ വരൂന്ന് സൂര്യക്കറിയാം. അതുകൊണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു പറഞ്ഞു. അത് കേട്ടതും നിധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. രാജീവൻ പറഞ്ഞു, കണ്ടില്ലേ, ഇവൻ ഇപ്പോഴും നിന്നോട് സ്നേഹമാണ്, അല്ലെങ്കിലോ ഒരുത്തൻ്റെ കൂടെ പോയി ഇത്രയും ദിവസം താമസിച്ച പെണ്ണിനെ സ്വന്തമാക്കാനായിട്ട് ഇവൻ ആഗ്രഹിക്കുവോ? സൂര്യ പറഞ്ഞു, നിധി, നിനക്കൊരു അബദ്ധം പറ്റിയാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നീ ഞാനും തമ്മിലുള്ള വിവാഹം നടക്കണം, എനിക്ക് ഇനിയും സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, ഡിവോഴ്സ് ഒരു ദിവസം കൊണ്ട് ഡിവോഴ്സ് കിട്ടും, ഡിവോഴ്സൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മേടിച്ചെടുക്കാം. ഇനിയിപ്പം നിനക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണേലും നിനക്ക് ജീവിക്കണമെങ്കിലും നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കഴുത്തേ കിടക്കുന്ന നീ താലിമാല വലിച്ചു പൊട്ടി ചെറിഞ്ഞു കളയണം, എന്നിട്ടോ ഇവനൊത്തുള്ള നീ ഒരു ജീവിതം നയിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നിധി ഒന്ന് രൂക്ഷമായിട്ട് നോക്കി എല്ലാവരെ. എന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പം ഇതൊക്കെയായിരുന്നു പ്ലാനിങ് ഇല്ലേ? അതിന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പം സാന്ദ്ര അടുത്ത് ഇതിന് കൂട്ട് എന്നല്ലേന്ന് ചോദിക്കണം. സാന്ദ്ര പെട്ടെന്ന് പറഞ്ഞു, നിധി, ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, എന്നാലും ഞാൻ ഏടത്തിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ സാന്ദ്രയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുണ്ടായിരുന്നില്ല, സൂര്യ വരുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. നിധിയെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞു, അത്ര മാത്രം പ്രതീക്ഷിച്ചുള്ളൂ. ആ സമയത്ത് സൂര്യ പറഞ്ഞു, നിധി, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് നീ അവൻ്റെ കൂടെ പോയി ജീവിക്കാൻ പോയെന്ന് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ
നീ എൻ്റെ ഭാര്യയാവണം, എനിക്കത് മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പം നിധി അവൻ്റെ അടുത്തേക്ക് എന്നിട്ടിച്ചു, നാണമുണ്ടോ തനിക്ക്? ഞാനിപ്പം മറ്റൊരാളുടെ ഭാര്യയാന്ന് പറഞ്ഞ താലിയും കൂടി ഉയർത്തി കാണിച്ചു. നിധിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ആ സമയത്ത്. താൻ താലി എടുത്ത് മാറ്റാനായിട്ട് ഉദ്ദേശിച്ച ആ സമയം സുധീഷ പറഞ്ഞ് വേണ്ട, ഈ താലി കഴുത്തെ കിടക്കട്ടെ എന്ന്. അതിപ്പോൾ ഉപകാരമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ മറ്റൊരുത്തിൻ്റെ ഭാര്യയായിട്ട് പോലും എന്നെ സ്വന്തമാക്കാനായിട്ട് വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ ഒരാണാണെന്നൊക്കെ ചോദിക്കണം. രാജീവ് പറഞ്ഞ് സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആരോട് എന്താ പറയണമെന്നറിയാവോ? ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യ വന്നിരിക്കുന്നത്. സൂര്യക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പെമ്പിള്ളേർ ഇഷ്ടം പോലെ കിട്ടും. അവന് പഠിപ്പുണ്ട്, അതുപോലെ തന്നെ ജോലിയുണ്ട്, ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട്. നിന്നെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ആ താലി വലിച്ചു പൊട്ടിച്ച് ഇവൻ്റെ ഭാര്യയാന്ന് നോക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താം. പിന്നെ ഓസ്ട്രേലിയക്ക് പോയാൽ മതി. പിന്നെ ഇവിടെയുള്ളവരൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ഇതൊക്കെ മറന്നു പോയിക്കോളും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, പറ്റില്ല അച്ഛാ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. നീ എന്താ പറഞ്ഞേ? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇവനെ പോലെയുള്ള ഒരുത്തിൻ്റെ ഭാര്യ ആകുന്നേ ഭേദം ഞാൻ ജീവിക്കാതിരിക്കുന്ന തന്നെയാണ്. എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് വെക്കുന്ന തന്നെയാണ്. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, ഓഹോ, എന്നാലും നിനക്ക് അഹങ്കാരമല്ലേ? അതെ, അഹങ്കാരമാണെന്ന് എന്നെ കൂട്ടിക്കോ. ആ സമയം സുധീഷിന് ആകെപ്പാടെ ടെൻഷനാണ്. സുധീഷ് നികേഷിനെ വിളിച്ചു, എടാ എന്താടാ അവിടുത്തെ കാര്യങ്ങൾ? നിങ്ങൾ എന്താ ഇത്ര സമയമായിട്ട് വരാത്തേ? അത് പിന്നെ ഏട്ടാ, ഇതുവരെയായിട്ട് നിധിയാടുത്തി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ലേ? അപ്പം നിങ്ങളിത് എവിടെയാ? അതെ, ഞങ്ങൾ ടൗണിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധിയാടുത്തിൻ്റെ വീട്ടിലേക്ക് വരാനും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചു. അപ്പം ഇങ്ങോട്ടേക്ക് പോന്നു. എടാ നിങ്ങളൊക്കെ എന്ത് വിഡിതമായി കാണിച്ചേ? അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാർ അവളെ പറഞ്ഞു വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏട്ടനൊന്ന് സമാധാനപ്പെട്. പറഞ്ഞു വിടുമായിരിക്കും. വിടുമെന്നോ? പിന്നെ ഏട്ടാ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഓസ്ട്രേലിയക്കാരനല്ലേ ഒരുത്തന്? ഓസ്ട്രേലിയക്കാരനോ? അതെ, നിധിയാടത്തെ കെട്ടാനെന്ന് പറഞ്ഞ് നമ്മളന്ന് രജിസ്റ്റർ മാരേജ് മുടക്കിയില്ലേ, അവൻ വന്നിട്ടുണ്ടെന്ന് പറയണം. എങ്ങോട്ട്? ദേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴങ്ങോട്ട് കയറിപ്പോയെന്ന് പറയാം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് കാര്യം മനസ്സിലായി. സുധീഷ് പറഞ്ഞു, എടാ നീയൊക്കെ എന്ത് വിട്ടുതരാ കാണിച്ചേ? അവളെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്. അവൻ അങ്ങോട്ടേക്ക് വന്ന് നല്ലതിനായിരിക്കില്ല. മിക്കവാറും അവളെ എവിടെ പിടിച്ചു വെക്കും. അവരുടെ വിവാഹം നടത്തുമെന്ന് പറയണേ. വിവാഹമോ? ഏട്ടൊന്ന് പൊക്കി അവിടുന്ന്. ഏട്ടൻ എന്ത് പൊട്ടത്താ പറയണേ? ഏട്ടൻ കിട്ടി താലിയല്ലേ നിധിയാടത്തിയുടെ കഴുത്തി കിടക്കുന്നേ. പിന്നെ ഇനിയിപ്പോൾ നിധിയാടത്തി വേറെ വിവാഹത്തിന് സമ്മതിക്കുമെന്നോ? ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഏട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ സുധീഷിന് ഭയങ്കര ടെൻഷനായി. ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അവരെല്ലാം പ്ലാൻ ചെയ്തതാന്നുള്ള കാര്യം സുധീഷിന് മനസ്സിലായി. ഇതേ സമയം നിധി വീണ്ടും ചെന്ന് രാജീവിനോട് അപേക്ഷിക്കുന്നുണ്ട്. അച്ഛാ, എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രം മതി, ഞാൻ പോയിക്കോളാം. ഞാനൊരു തടസ്സമായിട്ട് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. രാജീവിന് ദേഷ്യമായി. രാജീവ് അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് നിധിയോട് പറഞ്ഞു, നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നിക്ക് സൂര്യൻ കെട്ടി മര്യാദയ്ക്ക് നിനക്ക് ജീവിക്കാം, ഓസ്ട്രേലിയക്ക് പോവുകയും ചെയ്യാം. ഇനി നിനക്ക് ജോലിക്ക് വേണ്ടി അളിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യം വരത്തില്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ നിനക്ക് കിട്ടുകയും ചെയ്യും. അവിടെ ചെന്ന് നിനക്ക് ജോലി വേണമെങ്കിൽ ജോലി, പഠിക്കണമെങ്കിൽ പഠിക്കാം. സൂര്യ പറയുന്ന പോലെ നിനക്ക് ജീവിക്കാം. അല്ലെങ്കിൽ നിനക്ക് അവനോടൊപ്പം ആ ഡ്രൈവറോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നീ ഇവിടുന്ന് പോകണം. ഇനി നിനക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതി പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. എന്നിട്ടെന്താ അച്ഛൻ എന്നെ മനസ്സിലാകത്തെ? ഞാൻ പറഞ്ഞു, ഇനി എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കരുത്, നിനക്ക് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു. ആ സമയം നിധി എന്ന് ഹേമയോട് പറഞ്ഞു, അമ്മയൊന്ന് പറയുന്ന കേൾക്ക്. അമ്മ എന്താ അമ്മ, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഹേമ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അച്ഛൻ പറയുന്നത് നീ അനുസരിക്കാൻ നോക്ക്, അല്ലാതെ എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്കും അരുണിനോട് രാജീവ് പറഞ്ഞു, പോയി അവളുടെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വാ. അലമാരിക്കകത്ത് എടുത്തോണ്ട് ഞാൻ പറയണം. അരുൺ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അരുൺ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വരുന്ന സമയത്ത് അരുണിൻ്റെ കയ്യിലേക്ക് പോയി പിടിച്ചു. ആ സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കിതാ, ഞാനിതും കൊണ്ട് പോയിക്കോളാം. ഞാൻ നിങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് വരില്ല. എനിക്ക് നിങ്ങളുടെ സ്വത്തോ സമ്പാദ്യമോ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. ഞാൻ എങ്ങനെയും ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. ആർക്കും ഒരു തടസ്സമായിട്ട് ഒരു നാണക്കേടായിട്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞു. രാജീവ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാജീവ് അരുണിനോട് പറഞ്ഞു, ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയണം. അരുൺ അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് രാജീവിൻ്റെ കയ്യിലേക്ക് ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. ആ സമയത്ത് രാജീവിൻ്റെ കാലിലേക്ക് വീണിട്ട് നിധി പറഞ്ഞു, അച്ഛാ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് താച്ചാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചല്ല അച്ഛാ, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കേഴുവാണ്. പക്ഷേങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് രാജീവ് കൂട്ടാക്കില്ല. രാജീവ് ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞു നിധി, ഞാൻ 1 മുതൽ 10 വരെ എണ്ണും. അതിനുള്ളിൽ തന്നെ നീ ഒരു തീരുമാനം എടുത്തിരിക്കണം. നിനക്ക് സർട്ടിഫിക്കറ്റ് വേണോ അതോ അവനാണോ വലുത്? നിനക്ക് നല്ലൊരു ജീവിതം ഞാനായിട്ട് ഉണ്ടാക്കി തരുവാണ്. വീണ്ടും സൂര്യ വന്നിരിക്കുകയാണ്. അപ്പം നിനക്ക് എന്ത് വേണം നിനക്ക് തന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി നിധിക്ക്. നിധി എല്ലാവരും അപേക്ഷിച്ചിട്ടും ആരും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും
രാജീവ് ചോദിച്ചു അവസാനമായിട്ട് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിധി പറഞ്ഞു പറ്റില്ല അച്ഛാ, എനിക്ക് അയാളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്കൊരു ജോലി വേണം, അതിന് വേണ്ട സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രം വന്നാ, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഇനി ഒരിക്കലും ഒരു ജോലി തേടാനായിട്ട് പോകുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഫയലിനകത്ത് നിന്ന് ആ സർട്ടിഫിക്കറ്റ് എടുക്കുക. അപ്പോഴേക്കും നിധി അത്ര കയറി പിടിക്കാൻ തുടങ്ങി. രാജീവ് വിട്ടില്ല. ആ സമയം രാജീവ് എന്ത് ചെയ്തു, ഒരു ലാമ്പും കൊടുത്തു. ലാമ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു, അതങ്ങോട്ട് കത്തിക്കാനായിട്ട് ഒരുങ്ങണം. അപ്പോഴേക്കും നിധി അലറി വിളിച്ച് കരഞ്ഞു, വേണ്ടച്ചാ അങ്ങനെ ചെയ്യരുതച്ചാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ രാജീവ് കൂട്ടാക്കിയില്ല. രാജീവ് ആ സർട്ടിഫിക്കറ്റ് കത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിധിയുടെ കയ്യിലേക്ക് സൂര്യയും അരുണൊക്കെ കയറി അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ അവരെല്ലാം ചേർന്ന് പിടിച്ചു വെച്ച സമയത്ത് രാജീവ് ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കത്തിക്കുവാണ്. നിധിയുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. കണ്ടത് വിശ്വസിക്കാൻ പറ്റാതെ നിധി ഒരു നിമിഷം വല്ലാത്തൊരു എളുപ്പോടെ നിൽക്കുകയാണ്. അങ്ങനെ രാജീവ് ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കത്തിക്കുന്ന സമയത്ത് നിധി അലറി വിളിച്ച് കരയുവാണ്. തന്നെ ഇത്രയും കാലത്തെ സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്. ഈ സമയം രാജീവ് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, ഇനി നീ എങ്ങനെ സർട്ടിഫിക്കറ്റിന് ജോലി തേടുമെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് പറയണം. അപ്പോഴേക്കും നിധിക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയെ നിധിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. തൻ്റെ കയ്യെ പിടിച്ച അരുണിൻ്റെ സൂര്യയുടെ ഒക്കെ കൈയൊക്കെ തട്ടി മാറ്റി ഒരു നിമിഷം ഭ്രാന്തമായ അവസ്ഥയോട് കൂടിയിട്ട് ആ സർട്ടിഫിക്കറ്റ് അടുത്തേക്ക് ഓടി വന്നു. അതിനകത്തേക്ക് കൈയിടുവാണ്. കൈയൊക്കെ നിധിയുടെ പൊള്ളി. കാരണം നിധിക്ക് ആ സർട്ടിഫിക്കറ്റ് കത്താതെ കിട്ടുവാണെങ്കിൽ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അത് ഒട്ടും മുക്കാലും തന്നെ കത്തി പോയിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ഭാഗം മാത്രം ഇത്തിരി മാത്രം കത്താതെ ഇരുന്നു. അത് നിധി കൈയും കൊണ്ടെടുത്തു. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പിന്നീട് അതുമായിട്ട് രാജീവിൻ്റെ അടുത്തേക്ക് ഒരു വരവാണ്. രാജീവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്രയും നാളും നിങ്ങളെ ഞാൻ അച്ഛാന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അച്ഛനായിട്ടാ കരുതിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് മുതൽ അങ്ങനെയില്ല. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, സഹോദരൻ്റെ സഹോദരി ഒന്നുമില്ല, എനിക്കിങ്ങനൊരു കുടുംബമേ ഇല്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്യുവാണ് നിധി. നിധിക്കാണെങ്കിലോ വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നിധിയുടെ മാസ് പ്രകടനമാണ്. രാജീവനും ഹേമയൊന്നും വിശ്വസിക്കുന്നതിലും അപ്പുറം, അവരൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നിധിയുടെ പ്രകടനം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക കേട്ടോ. അപ്പം നാളെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പം നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, ഒരു സർജറി ആവശ്യത്തിനായിട്ട്. അപ്പോൾ അഡ്മിറ്റ് ആവേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പം നാളെ നാളത്തേഞ്ഞൊക്കെ ചാനലിനകത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ അതിനുശേഷം റിക്കവർ ആയതിനു ശേഷം മാത്രമേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.